എൻവയോൺമെൻറ്റിൽ കാണുന്ന അഥവാ എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല. സോ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് പെർമനൻ്റ് അല്ലെങ്കിൽ ഈ ഓർഗാനിസത്തിന് ഇതുപോലത്തെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ഫേസ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസാണുള്ളത്. ഈ പറഞ്ഞ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന 2 ഓപ്ഷൻസാണ്. അതർ ഓപ്ഷൻസാണ് മൈഗ്രേറ്റ് ആൻഡ് സസ്പെൻഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലേറ്റ് നിയന്ത്രിക്കുക, കൺഫേം സമീകരിക്കുക. എന്നാൽ വേറെ ഇത് പെർമനൻ്റ് അല്ലാത്ത രീതിയിലാണ് ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വരുന്നത്. താൽക്കാലികമായിട്ട് മാത്രമാണ് ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വരുന്നതെങ്കിൽ അവർക്ക് സ്വീകരിക്കാവുന്ന ആ ഓർഗാനിസംസ് സ്വീകരിക്കുന്ന 2 മെത്തേഡുകളാണ് അല്ലെങ്കിൽ 2 ആക്ടിവിറ്റീസുകളാണ് മൈഗ്രേറ്റ് ആൻഡ് സസ്പെൻഡ്. സോ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ കുടിയേറി പാർക്കുക എന്ന് പറയും. സോ നമ്മൾ പക്ഷികളൊക്കെ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സീസണുകളിലാണ് അത് സംഭവിക്കുന്നത്. സോ മൈഗ്രേറ്റ് എന്ന് പറയുന്നത് മൂവ് എവേ ഫ്രം സ്ട്രെസ്ഫുൾ ഹാബിറ്ററ്റ്, സ്ട്രെസ്സുള്ള ആ എൻവയോൺമെൻറ്റൽ ഹാബിറ്ററ്റിൽ നിന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യുക. അത് ടെമ്പററിലി, ബിക്കോസ് അവിടെയുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് പെർമനൻ്റ് ആവണമെന്നില്ല. അതൊരു പെർമനൻ്റ് അല്ലാത്ത ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ഹാബിറ്ററ്റ് ആയിരിക്കും ഒരുപക്ഷെ അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സ്ട്രെസ്ഫുൾ ഹാബിറ്ററ്റിൽ നിന്ന് അവർക്ക് താൽക്കാലികമായി ടെമ്പററിലി അവർക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യണം. എവിടേക്ക്? ആൻഡ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ദേ ഹാവ് ടു റിട്ടേൺ വെൻ സ്ട്രെസ്ഫുൾ പീരീഡ് ഈസ് ഓവർ. ആ സ്ട്രെസ്ഫുൾ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് അവിടോട്ട് തന്നെ തിരിച്ചു വരാവുന്നതാണ്. സോ ഇതൊരു ഡെയിലി ബേസിലാവും, അല്ലെങ്കിൽ പീരിയോഡിക് ബേസിലായിരിക്കാം, അല്ലെങ്കിൽ സീസണൽ ബേസിലായിരിക്കാം ഇതുപോലത്തെ മൈഗ്രേഷൻ നടക്കുന്നത്. സോ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് അവർ ടെമ്പററി താൽക്കാലികമായി ആ കണ്ടീഷൻസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക, ഒന്ന് അവിടെ നിന്ന് കുടിയേറി പാർക്കുക. അവിടെ നിന്ന് മാറി അവരെവിടെയാണ്, അവർക്ക് ഹോസ്പിറ്റബിളായിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് അവർ മൂവ് ചെയ്യുക. അതാണ്. എന്ന് കഴിഞ്ഞിട്ട് ആ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ വരാവുന്നതാണ്. അതാണ് മൈഗ്രേഷൻ. സോ കുറച്ചും കൂടി ഹ്യൂമൻസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ ഡൽഹിയിൽ ഭയങ്കര എക്സ്ട്രീം ചൂടായിരിക്കും. സോ ഡൽഹിയിൽ നിന്ന് ഒരാൾ ഷിംലയ്ക്ക് യാത്ര തിരിക്കുകയാണ്. സോ സമ്മറിൽ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡൽഹിയിൽ നിന്ന് ഷിംലയ്ക്ക് മാറുന്നത് ഒരു തരത്തിലുള്ള നമ്മുടെ ഹ്യൂമൻസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൈഗ്രേഷനാണ്. സോ നമ്മളിവിടെ പറയുന്ന ഈ മൈഗ്രേഷൻ ബേർഡ്സിൻ്റെ കേസിലാണ്. സോ ബേർഡ്സിൽ വിൻ്ററിൽ, എസ്പെഷ്യലി വിൻ്റർ സീസണിൽ ഒരുപാട് ബേർഡ്സ് ലോങ് ഡിസ്റ്റൻസിൽ അത്രയധികം ദൂരത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ്? അവർക്ക് ഹോസ്പിറ്റബിളായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള, കംഫർട്ടബിളായിട്ടുള്ള ഏരിയയിലേക്ക് ഒരുപാട് ഡിസ്റ്റൻസ്, അത്രയും ദൂരയാത്ര അവർ കവർ ചെയ്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ബേർഡ്സ്. സോ ബേർഡ്സ് ഫ്രം, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേർഡ്സ് ഫ്രം സൈബീരിയ, ഒരുപാട് തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് എവിടെ നിന്നൊക്കെയാണ്? സൈബീരിയയിൽ നിന്നും, അതുപോലെ എക്സ്ട്രീംലി കോൾഡ് നോർത്തേൺ റീജിയൻ, അത്രയും തണുപ്പുള്ള എക്സ്ട്രീം കോൾഡായിട്ടുള്ള നോർത്തേൺ റീജിയനിൽ നിന്നും സൈബീരിയയിൽ നിന്നൊക്കെ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് എവിടെ എത്താറുണ്ട്? കിയോലോഡോ നാഷണൽ പാർക്ക്, ഭരത്പൂരിലെ കിയോലോഡോ നാഷണൽ പാർക്ക് ഇൻ രാജസ്ഥാനിലെ ഈ ഭരത്പൂരിലെ കിയോലോഡോ നാഷണൽ പാർക്കിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. അതേപോലെ എവറി വിൻ്റർ, എല്ലാ വിൻ്ററിലും ഈ കിയോലോഡോ നാഷണൽ പാർക്ക്, ഭരത്പൂരിലെ കിയോലോഡോ നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് ഈ സൈബീരിയയിൽ നിന്നും എക്സ്ട്രീം കോൾഡായിട്ടുള്ള നോർത്തേൺ റീജിയനിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അവിടുത്തെ ആ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ഈ സൈബീരിയയിലും എക്സ്ട്രീം കോൾഡ് നോർത്തേൺ റീജിയനിലുള്ള ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്ന് അവർക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെവിടേക്കും വരുന്നത്? ഈ രാജസ്ഥാനിലേക്കുള്ള ഈ ഭരത്പൂരിലെ കിയോലോഡോ നാഷണൽ പാർക്കിൽ വരുന്നത്. ഇത് ഒരു തരം മൈഗ്രേഷനാണ്. സോ അവരുടെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് അവർ ടെമ്പററി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടുത്തെ ആ കണ്ടീഷൻസ് പഴയ പോലെ ആകുമ്പോൾ അവർക്ക് റീസ്റ്റോർ ചെയ്യുമ്പോൾ തിരിച്ച് അവിടേക്ക് പോകാവുന്നതാണ്. സോ വിൻ്ററിലാണ് ഈ പറഞ്ഞ തൗസൻഡ്സ് ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് ഈ നാഷണൽ പാർക്കിൽ എത്താറുള്ളത്.